കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുന്നീ തുഷാരമേഘങ്ങൾ രാമാ ജാനകി ജാനേ കഥന നിദാനം നാഗം ജാനേ. സുഹൃത്തുക്കളെ, ഞാൻ അബീസ് മീഡിയ അഭിലാഷ് അർക്കന്നൂരാണ്. ഞാനിപ്പോൾ പുതിയതായൊരു ഗായകനെ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് രാജേന്ദ്രൻ എന്നാണ്. പത്തനംതിട്ട സ്വദേശിയാണ്. ഞങ്ങളുടെ ചാവരപ്പൂപ്പൻ്റെ മണ്ണിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടോടുകൂടി നമുക്ക് ആരംഭിക്കാം. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുന്നീ തുഷാരമേഘങ്ങൾ കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുന്നീ തുഷാരമേഘങ്ങൾ നിറമേകും ഒരു വേദിയിൽ കുളിരോലം ശുഭവേളയിൽ പ്രിയതേ. വെട്ടിപ്പുറം ക്ഷേത്രത്തിൽ ഉത്സവം നടന്ന സമയത്ത് ഞാൻ അവിടെ ഒരു ഗാനമേള, റൈ ബാൻഡ് ഗാനമേള വെച്ചു. അപ്പോൾ ആ ഗാനമേളയ്ക്ക് ഞാനൊരു പാട്ട് അവിടുത്തെ ഒരു ചേട്ടനോട് ആവശ്യപ്പെട്ടപ്പോൾ എനിക്കൊരു പാട്ടിന് അവസരം തന്നു. ഞാനവിടെ കയറി പാടി. അപ്പം അമരം എന്ന ചിത്രത്തിലെ വികാര നൗക എന്നുള്ള പാട്ടാണ് ഞാൻ പാടിയത്. ആ പാട്ട് ഏകദേശം അത് വൈറലായി. പക്ഷേ അത് പിന്നെ അതിൻ്റെ ഒരു ഒന്നും അറിയാതെ ഇപ്പോൾ ഇരിക്കുകയാണ്. ഒരു വർഷം 2-3 കഴിഞ്ഞു. എങ്കിലും ഇപ്പം ഞാൻ നിലവിൽ ഇങ്ങനെ സിനിമാ ഗാനങ്ങളൊക്കെ ഇച്ചിരി പാടുന്നുണ്ട്. ഞാൻ സംഗീതം പഠിച്ചുള്ള ഒരാളല്ല. ഞാൻ ഒരു എളിയ കലാകാരനാണ്. ചേട്ടൻ എന്ത് വർക്ക് ചെയ്യുന്നേ? എനിക്ക് തടിപ്പണിയാണ് ജോലി. തടിപ്പണി മിഷ്യമ്പാളിൻ്റെ എല്ലാ പണിയുടെ ഇടയ്ക്കും ചേട്ടാ ഈ പാട്ടിനോട് കാണിക്കുന്ന ഒരു സ്നേഹം, അതാണ് ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. ഈ ഇടയ്ക്ക് നമ്മുടെ കിണർ കുഴിച്ച് വൈറലായി പാട്ടുപാടി വൈറലായ ശ്രീ മുരളി മാങ്കോട്, അദ്ദേഹത്തിൻ്റെ പോലെ അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ചേട്ടൻ തന്നെയാണിത്. അതെ അതെ അതെ, സ്വന്തം ചേട്ടൻ. അതെ, അതേപോലെ അദ്ദേഹവും നല്ലൊരു അധ്വാനിയാണ്. അതിനിടയ്ക്കാണ് ഈ പാട്ടിൻ്റെ ഇതെല്ലാം കണ്ടെത്തി പാടുന്നതും. അതൊക്കെ വലിയ കാര്യം കേട്ടാ. അതെ അതെ. ചേട്ടൻ ഇഷ്ടപ്പെട്ടൊരു പാട്ടും കൂടെ ഒന്ന് പാടിയേട്ടാ. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. സൂപ്പർ. ചേട്ടന് എത്ര മക്കളാ? എനിക്ക് 3 മക്കൾ. 3 ആൺമക്കളാണ്. 3 ആൺമക്കൾ. അപ്പം എൻ്റെ കുടുംബം എന്ന് പറയുന്നത് മാങ്കോട് ആണ്. അപ്പം ഞാൻ 2000-ലായിരുന്നു എൻ്റെ വിവാഹം. പത്തനംതിട്ട നിന്നാണ് കല്യാണം കഴിച്ചത്. അവിടെ തന്നെ സെറ്റിലായി. അപ്പം 3 ആൺമക്കളുണ്ട്. 2 പേര് പിന്നെ +2 വരെ പഠിച്ചു, പഠിത്തം നിർത്തി. 3ാമത്തെ ആളും +2 പഠിച്ച് നിർത്തിയിട്ട് അദ്ദേഹം ഇപ്പം ഈ മൊബൈലിൻ്റെ ഒരു പഠിത്തത്തിന് പോകാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ആദ്യമേ 2 മക്കൾ അവർ
അലൂമിനിയം ഫാബ്രിക്കേഷൻ AC മെക്കാനിക്കൽ ഞാൻ IT വിട്ട് പഠിപ്പിച്ച് നിർത്തിയേക്കുക. ആ. അതിൽ ഒരു മോൻ വിവാഹം കഴിച്ച്, മൂത്ത ആള് ഒരു 1.5 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്. അപ്പൊ അപ്പൂപ്പനാ? അപ്പൂപ്പന. പിന്നെ ഫാമിലി കുടുംബം കുഴപ്പമില്ല, സമാധാനമായിട്ട് പോകുന്നു. അവിടെ അമ്മയുണ്ട്, ഫാമിലിയിൽ എൻ്റെ വൈഫുണ്ട്, പിന്നെ വീട്ടിൽ മാങ്കോട് എൻ്റെ അനിയനുണ്ട്, 2 സഹോദരികളുണ്ട്, പിന്നെ അമ്മയുണ്ട്. അപ്പോഴ് നമുക്ക് ആ വിശേഷത്തിലേക്ക്, അടുത്ത വിശേഷത്തിൽ പോകുന്നതിന് മുമ്പ് ഒരു പാട്ടും കൂടെ അങ്ങ് പാടാം. ഗുഹയുടെ അകത്ത് ആ ആ ആ ആ ദേവി ദേവി ആത്മരാഗം ഏകാം കന്യാവനിയിൽ സുഗതം കളഗാനം പകരാനണയൂ ഗന്ധർവ വീണയാകൂ നീ ദേവി സാഗരങ്ങൾ മീട്ടും സോപാനഗീതമായി നിറയും നിൻ ശ്രുതിയിൽ എൻ ഗാനാലാപം ഗമരേ റിമപനി ധനി മപനി സാനി സരി സനി പമ പമരി സനി സരി മപ നിസരി മപ സാഗരങ്ങൾ മീട്ടും സോപാനഗീതമായി നിറയും നിൻ ശ്രുതിയിൽ എൻ ഗാനാലാപം മദനയാമിനി ഹൃദയ സൗരഭം. അപ്പോഴ് ഈ ചേട്ടൻ്റെ സുഹൃത്താണല്ലേ ഇത്? അതെ, എൻ്റെ സുഹൃത്താണ്. ഏതൊരു കലാകാരനും ഒരു സുഹൃത്ത്, ഒരു ആത്മസുഹൃത്ത് വേണം. അത് കാണും, അതാണ് അതിൻ്റെ ഒരു. അതെ അതെ, അദ്ദേഹത്തിന് ഒന്ന് പരിചയപ്പെടുത്തിയാൽ കൊള്ളായിരുന്നു ചേട്ടാ. തീർച്ചയായിട്ടും പരിചയപ്പെടുത്താമല്ലോ. ഇദ്ദേഹം എൻ്റെ എന്തെങ്കിലും സുഹൃത്തല്ല, എൻ്റെ ഒരു ചേട്ടനാണ്. ഞങ്ങൾ 2 പേരും ചേട്ടനും അനിയനുമായിട്ടുള്ള ജീവിതമാണ്. അത് കുറച്ച് വർഷങ്ങൾക്കുണ്ടേ. കാരണം എൻ്റെ അനുജൻ അവിടെ ഒറ്റയ്ക്കാണ്, അപ്പോൾ എനിക്ക് ഇവിടെ ഒരു കൂട്ടുകാരനെ കിട്ടി. അപ്പോൾ അതെൻ്റെ ഒരു ചേട്ടനെ പോലെ, അനിയനെ പോലെ. പക്ഷേ അദ്ദേഹം ഈ കലാരംഗത്ത് ഭയങ്കര ആസ്വാദകനാണ്. അദ്ദേഹം ഏതൊരു വേദി ഉണ്ടെങ്കിലും എന്നെ നിർബന്ധിച്ച് വിളിച്ചിട്ടു. അങ്ങനെ സ്റ്റുഡിയോയിൽ വരെ എന്നെ കൊണ്ടുപോയി പാടിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തിന് വിട്ട്. ചേട്ടൻ്റെ പേര് എന്താണ്, വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൊള്ളാം. എൻ്റെ പേര് മുരളി. മുരളി. സ്ഥലം പത്തനംതിട്ടയ്ക്കടുത്ത് ഓമല്ലൂർ. ഓമല്ലൂരാണ്. ചേട്ടൻ എന്താ വർക്ക് ചെയ്യുന്നത്? ഞാൻ പെയിന്റിങ് മേഖലയിൽ. ചേട്ടൻ ആർട്ടിസ്റ്റ് ആണെന്നും കൂടെ അറിഞ്ഞായിരുന്നത് ഞാൻ ചോദിച്ചു. ആർട്ട് വർക്കും ഇല്ല, പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ ആർട്ട് വർക്കാണ്. അപ്പോൾ കൂട്ടുകാരൻ്റെ ഫുൾ സപ്പോർട്ടാണ്. തീർച്ചയായും പുള്ളി നല്ലൊരു കലാകാരനാണ്. ഞാൻ കണ്ട നാൾ മുതൽ പല വേദികളിലും അനവധി വേദികളിൽ പാടി പുരസ്കാരങ്ങളൊക്കെ മേടിച്ചിട്ടുള്ള വ്യക്തിയാണ്. നേരിൽ നമുക്ക് ലൈവായിട്ട് പാടി കുറച്ച് പ്രോത്സാഹനമൊക്കെ കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ കണ്ടതിൽ ഒരുപാട് കലാകാരന്മാരിൽ മികച്ചൊരു കലാകാരൻ തന്നെ. ചേട്ടനെ പോലുള്ള അല്ല, എൻ്റെ ഒരു സഹോദരനാണ് അദ്ദേഹം. എൻ്റെ ഒരു ആത്മമിത്ര. പുള്ളിയെ ഞങ്ങൾ തമ്മിൽ എവിടെയും പല മേഖലകളിലും ഞങ്ങൾ പോയിട്ടുണ്ട്. അവിടെ എല്ലാം ഞങ്ങൾക്ക് പരാജയം ഉണ്ടായിട്ടില്ല. നല്ല രീതിയിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. കരൊക്കെ ഗാനമേളയുണ്ട്. പുള്ളിക്ക് എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തു നിന്നുണ്ട്. ഓക്കെ, സന്തോഷം. വരും കാലങ്ങളിലും അതുണ്ടാകും. തീർച്ചയായിട്ടും വേണം ചേട്ടാ. ഇങ്ങനെ ഒരു സുഹൃത്തുക്കളാണ് ഒരു കലാകാരന്മാരുടെ ഒരു ഉയർച്ച തീർച്ചയായും പ്രധാന ഘടകം. തീർച്ചയായും. ഓക്കെ, വളരെ സന്തോഷം ചേട്ടാ. ചേട്ടാ, നിങ്ങളുടെ ബാക്കിൽ കാണുന്നത് നമ്മുടെ പ്രസിദ്ധി ആർജിച്ച നമ്മുടെ ജടായുപ്പാറ, ചടയമംഗലം ജടായുപ്പാറയാണ്. അപ്പോൾ ശ്രീരാമസ്വാമിയുടെ ഒരു പാട്ട് നമുക്ക് ലാസ്റ്റ് അതും കൂടെ ഒന്ന് പാടി നമുക്ക് നിർത്താം. രാമ 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 ജാനകി ജാനേ രാമ ജാനകി ജാനേ കഥന നിദാനം
നാഗം ജാനേ മോക്ഷകവാടം നാഗം ജാനേ ജാനകി ജാനേ രാമ 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 ജാനകി ജാനേ രാമ. വളരെ സന്തോഷം. എൻ്റെ ചാവരപ്പൂപ്പൻ്റെ മണ്ണിൽ വന്ന് വീണ്ടും ഒരു കലാകാരനെ എനിക്ക് നിങ്ങൾക്കുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ എത്തിച്ചേർന്ന ചേട്ടൻ രാജേന്ദ്രൻ ചേട്ടനും അതുപോലെ തന്നെ മുരളിച്ചേട്ടനും എൻ്റെ ഹൃദയത്തിൻ്റെ നന്ദി, അബീസ് മീഡിയയുടെ ഹൃദയത്തിൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. നിങ്ങളെല്ലാവരും ഉയർന്ന് ഒരുപാട് ആളുകൾ അറിയുന്ന നിലയിൽ ഉയർന്നു വരട്ടെ. എല്ലാം ചാവരപ്പൂപ്പന് അനുഗ്രഹവും ഉണ്ടാവട്ടെ. ഓക്കെ, സന്തോഷം ചേട്ടാ. സന്തോഷം. ഓക്കെ.